അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താങ്കളെയും ഇസ്ലാമിനെയും അവഹേളിച്ചുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിക്കാതെ ശത്രുക്കളായി നിലകൊള്ളുന്നവരോട് താങ്കൾ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തരുത്. മറിച്ച് അവരോട് ഭംഗിയായി വിട്ടുവീഴ്ച ചെയ്യുക, അവരുടെ കാര്യം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ സൂചിപ്പിച്ചത്. അതിനെ തുടർന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് ഇങ്ങനെയാണ്: ശത്രുപക്ഷത്ത് നിൽക്കുന്ന അവിശ്വാസികൾക്ക് വിവിധങ്ങളായ സുഖസൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ആസ്വാദനങ്ങളുമൊക്കെ നാം നൽകിയതായി താങ്കൾക്ക് കാണാൻ കഴിയും. അതൊന്നും വലിയ കാര്യമല്ല, അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് താങ്കളും സത്യവിശ്വാസികളും കരുതേണ്ടതുമില്ല. നിങ്ങൾക്ക് അതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായ ഖുർആനും പരലോക വിജയവുമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. സുഖലോലുപതയിൽ കഴിയുന്ന ഈ നിഷേധികളുടെ അവസ്ഥ കണ്ട് അവരെന്തുകൊണ്ട് സന്മാർഗത്തിലേക്ക് വരുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് താങ്കൾ ദുഃഖിക്കുകയും വേണ്ട. എന്നാൽ താങ്കളുടെ കാരുണ്യവും സ്നേഹവും സത്യവിശ്വാസികൾക്ക് പ്രത്യേകം ഉണ്ടാവുക തന്നെ വേണം. ജനങ്ങൾക്ക് വരാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന നിലക്ക് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് താങ്കൾ ജനങ്ങളോട് പറയുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക ജീവിതത്തിൽ അതിശക്തമായ എതിർപ്പുകളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് നബി തിരുമേനിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇത് പറയുന്നത്. ഇന്ന് പഠിക്കുന്ന 87, 88, 89 ആയത്തുകളിലാണ് ഇക്കാര്യങ്ങളുള്ളത്. വലഖദ് ആത്തൈനാക സബ്അൻ മിനൽ മസാനി, താങ്കൾക്ക് ആവർത്തിക്കപ്പെടുന്ന 7 നാം നൽകിയിരിക്കുന്നു. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 ആയത്തുകൾ താങ്കൾക്ക് നാം നൽകിയിരിക്കുന്നു. വൽ ഖുർആനൽ അളീം, മഹത്തായ ഖുർആനും. ഇവിടെ ഖുർആനും ആവർത്തിച്ച് ഉരുവിടുന്ന 7 സൂക്തങ്ങളും അള്ളാഹു നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഖുർആനെ പൊതുവിൽ പറയുകയും ആവർത്തിച്ച് ഉരുവിടുന്ന 7 സൂക്തങ്ങളെ പ്രത്യേകിച്ച് പറയുകയുമാണ് ചെയ്യുന്നത്. ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന 7 എന്ന് പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്നത് ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. ഫാത്തിഹയിലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിലെ ഒരായത്തായിട്ടാണ് കണക്കാക്കുക എന്നാണ് പ്രബലമായ അഭിപ്രായം. അതടക്കം 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹ ഒരു ദിവസത്തിൽ നമസ്കാരങ്ങളിൽ തന്നെ പലതവണ ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ്. ഈ അർത്ഥത്തിലാണ് ആവർത്തിക്കപ്പെടുന്നത് മസാനി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് വിശദീകരിക്കുന്നവർ പറയുന്നത്. ഈ വിശദീകരണം തന്നെയാണ് കൂടുതൽ പ്രബലമായിട്ടുള്ളതും. കാരണം സൂറത്തുൽ ഫാത്തിഹയെ ഇവിടെ ഖുർആൻ തന്നെയായി വിശേഷിപ്പിക്കുന്നത് പോലെയാണ്. ഫാത്തിഹ ഖുർആന്റെ ഒരു ആകത്തുക ഉൾക്കൊള്ളുന്നു എന്ന നിലയിൽ ഖുർആന്റെ ആമുഖമാണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സബ്അൻ മിനൽ മസാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ 7 വലിയ സൂറത്തുകളാണ് എന്ന ഒരഭിപ്രായമുണ്ട്. അതുപോലെ ഖുർആൻ മുഴുവനുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന അഭിപ്രായവുമുണ്ട്. ഏതായാലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് അതിമഹത്തരമായ ഖുർആനാണ് താങ്കൾക്ക് നാം നൽകിയിട്ടുള്ളത്. എല്ലാറ്റിനേക്കാളും വിലപിടിപ്പുള്ള സൗഭാഗ്യമായി താങ്കൾക്ക് അത് മതി. അതുകൊണ്ട് ശത്രുക്കൾ ഈ ദുനിയാവിൽ വലിയ സുഖ സൗകര്യങ്ങളിൽ ജീവിക്കുന്നത് താങ്കൾ കാര്യമാക്കേണ്ടതില്ല. അതാണ് തുടർന്ന് പറയുന്നത്. ലാ തമുദ്ദന്ന ഐനൈക, താങ്കളുടെ കണ്ണുകളെ താങ്കൾ നീട്ടരുത്. ഇലാമാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും, അവരുടെ കൂട്ടത്തിലെ പല വിഭാഗങ്ങൾക്കും നാം നൽകിയിട്ടുള്ള സുഖ സൗകര്യങ്ങളിലേക്ക്. ഇലാമാ മത്തഅനാ ബിഹി, നാം ആസ്വദിപ്പിച്ചിട്ടുള്ളതിലേക്ക്. അസ്വാജം മിൻഹും, അവരുടെ കൂട്ടത്തിലുള്ള പല വിഭാഗങ്ങൾക്കും. താങ്കളുടെ കണ്ണുകളെ നീട്ടരുത് എന്ന് പറഞ്ഞാൽ അത് തനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആർത്തിയോടെ ആഗ്രഹിച്ചു കൊണ്ട് നോക്കരുത് എന്നാണ്. അവിശ്വാസികളുടെ കൂട്ടത്തിൽ പലർക്കും നാം പലവിധ സൗകര്യങ്ങളും സുഖങ്ങളും നൽകിയിട്ടുണ്ട്. അതൊന്നുമല്ല യഥാർത്ഥ സൗഭാഗ്യവും യഥാർത്ഥ പ്രതാപവും.
മറിച്ച് താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മഹത്തരമായ ഖുർആനാണ് ഏറ്റവും വലിയ സൗഭാഗ്യവും ശാശ്വതമായ വിജയവും. അതുകൊണ്ട് താങ്കളും വിശ്വാസികളും അവരുടെ സുഖസൗകര്യങ്ങളെ വലിയ കാര്യമാക്കരുത്. മാത്രമല്ല വലാ തഹ്സൻ അലൈഹിം, അവരുടെ കാര്യത്തിൽ താങ്കൾ ദുഃഖിക്കുകയും അരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അങ്ങേയറ്റം ദയയും കാരുണ്യവും നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ സത്യവിശ്വാസം സ്വീകരിക്കാത്തതുകൊണ്ട് അവർ വലിയ നാശത്തിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ സങ്കടപ്പെടാറുണ്ടായിരുന്നു. ഖുർആനിൽ പല സ്ഥലത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ അതീവ ദുഃഖിതനായിക്കൊണ്ട് താങ്കളുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിച്ച് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണല്ലോ പോകുന്നത് എന്ന് അള്ളാഹു ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. അവരുടെ കാര്യത്തിൽ താങ്കൾ ആഗ്രഹിക്കുന്നതല്ല നടക്കുക. അള്ളാഹു നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതുമാണ് അവരുടെ കാര്യത്തിൽ നടപ്പാവുക. അത് താങ്കളുടെ പ്രവർത്തനത്തിൻ്റെ പോരായ്മ കൊണ്ടല്ല. പക്ഷേ സത്യവിശ്വാസികൾക്ക് താങ്കളുടെ കാരുണ്യത്തിൻ്റെ ചിറക് എപ്പോഴും തണലായി ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് തുടർന്ന് പറയുന്നത്. വഖ്ഫിൽ ജനാഹക ലിൽ മുഅ്മിനീൻ, എന്നാൽ സത്യവിശ്വാസികൾക്ക് താങ്കളുടെ ചിറക് താങ്കൾ താഴ്ത്തിക്കൊടുക്കുക. വഖ്ഫിൽ, താങ്കൾ താഴ്ത്തിക്കൊടുക്കണം. ജനാഹക, താങ്കളുടെ ചിറക് ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളോട് താങ്കൾ എപ്പോഴും അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവും ഉള്ളവനായിരിക്കണം. അവരുടെ സംരക്ഷണം താങ്കളുടെ വലിയ ബാധ്യതയാണ്. അതുകൊണ്ട് താങ്കളുടെ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് സംരക്ഷണമായി, തണലായി, സ്നേഹമായി എപ്പോഴും ഒരു സംരക്ഷണ കവചം പോലെ ഉണ്ടായിരിക്കണം. വഖുൽ, താങ്കൾ പറയുകയും ചെയ്യുക, ഇന്നി അനന്നദീറുൽ മുബീൻ, ഞാൻ തീർച്ചയായും തെളിഞ്ഞ മുന്നറിയിപ്പുകാരൻ തന്നെയാണ്. ജനങ്ങളോട് പൊതുവിലും സത്യനിഷേധികളോട് പ്രത്യേകിച്ചും താങ്കൾ പറയുക, നിങ്ങൾക്ക് വലിയ ആപത്ത് വരും എന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ആപത്തിനെക്കുറിച്ചും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. ഈ കാര്യം അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവരോട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അവർ വിശ്വസിച്ചില്ല, അവർ ഈ ഖുർആനെ അവഗണിക്കുന്നു എന്നതിൻ്റെ പേരിലൊന്നും താങ്കൾ സങ്കടപ്പെടുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.